വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ബലമായി, നമ്മുടെ ജീവിതത്തിന് ധൈര്യമായി, തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി മാറുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 41 സങ്കീർത്തനം 8 വാക്യം, ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. നമുക്ക് വളരെ പരിചയമുള്ളൊരു സങ്കീർത്തന ഭാഗം, ദാവീദിൻ്റെ സങ്കീർത്തനം. ദാവീദ് ഹൃദയത്തിലും കാതുകളിലും കേട്ടത്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞത് ഇപ്രകാരമാ: ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത്. എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞ് ആഹ്ലാദിക്കുന്ന ജനം, എന്തു സംഭവിച്ചു എന്ന് കേട്ട് അതിന് വിധി കൽപ്പിച്ചിരിക്കുന്ന അനുഭവം. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്നു. ചില മുൻവിധികളെ തകർക്കാൻ പോവാ. ആ കാര്യം എന്താകുമെന്ന് ചിലരൊക്കെയങ്ങ് നിർണയിച്ചിരിക്കുക, അവർ വിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുക. അതല്ലേ ആ തിരുവെഴുത്ത് പറയുന്നത്: അവനൊരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല. ദാവീദ് ആരാധിക്കുന്ന ദൈവം വലിയവനാ. ദാവീദ് സേവിക്കുന്ന ദൈവം അത്യുന്നതനാ. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ദാസനായിരിക്കുന്ന ആ അനുഭവത്തിൽ ജീവിക്കുന്ന ദാവീദ്, ദൈവാശ്രയമുള്ള ആ മനുഷ്യൻ, ഇത് കേട്ടിട്ട് തളർന്നു പോകുകയല്ല, ഇത് കേട്ടിട്ട് ക്ഷീണിച്ചു പോകുകയല്ല. ആ കാര്യമൊന്ന് കർത്താവിനെ അറിയിക്കുക. ഇങ്ങനെയാ മനുഷ്യർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനെയാ മനുഷ്യരുടെ ചിന്താഗതികൾ, ഇപ്രകാരമാ മാനുഷിക വിധികൾ വന്നിരിക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിന് ഒരു വിധിയുണ്ട്. എൻ്റെ ദൈവം ഇതിനകത്ത് എന്ത് വെളിപ്പെടുത്താൻ പോകുന്നു, അതാ എൻ്റെ വിശ്വാസത്തെ, എൻ്റെ ജീവിതത്തെ ചൈതന്യമാക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം, ഇന്ന് കടന്നു പോകുന്ന വൈഷമ്യമേറിയ ആ തലങ്ങളെ നോക്കി മറ്റുള്ളവർ എന്തൊക്കെ വിധികൾ കൽപ്പിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞൊത്തുവെച്ചിട്ടുണ്ടോ, പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ട്, ആ മുൻവിധികളെ തകർത്തുകൊണ്ട് ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങളെ വെളിപ്പെടുത്തി മാനിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ വൻ പദ്ധതികൾ കൂടാരത്തിലുണ്ട്, തലമുറയുടെ മേലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ദൂത് വെളിപ്പെടുത്തുക. ഇനി ആ ജോലി കിട്ടത്തില്ല, ഇനി ആ രോഗമണ്ഡല സൗഖ്യമാകത്തില്ല, ഇനി വിദേശം കാണത്തില്ല, ഇനി അത് പഠിക്കത്തില്ല, ഇപ്രകാരം ഇനി തലമുറയുടെ വിവാഹം നടക്കത്തില്ല. എന്തൊക്കെ കാതുകളിൽ കേട്ടാലും, സാഹചര്യം കണ്ട്, അവസ്ഥ കണ്ട് മനുഷ്യർ വിധി കൽപ്പിക്കുന്ന മണ്ഡലത്തെ നോക്കി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ദൂത്, ദൈവത്തിൻ്റെ വൈതലേ, വാഗ്ദത്തമുണ്ടോ? വാഗ്ദത്തങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മണ്ഡലങ്ങൾ നിശ്ചയമായി സ്വർഗം വെളിപ്പെടുത്തിയിരിക്കും. അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് പറയുന്ന തലത്തിൽ കർത്താവിൻ്റെ ശക്തിയുള്ള കരം അവരുടെ മുമ്പിൽ കൂടെ ജയോത്സവമായി നടത്തുവാൻ അധികാരമുള്ള ശക്തനായ ദൈവം, ദൈവത്തിൻ്റെ പൈതലേ, എന്തൊക്കെ ജീവിതത്തെ നോക്കി നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരാൻ പോവാ. സമ്പൂർണ്ണമായി കർത്താവിൻ്റെ ശക്തിയുള്ള ഭുജം ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, ആ വിഷയം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുക. ആ വിഷയം മനുഷ്യൻ്റെ കരങ്ങളിലല്ല കേട്ടോ, ജീവിതത്തിൻ്റെ മേഖലകളിലല്ലത്, അത് കൂടാരത്തിൻ്റെ തലങ്ങളിലല്ല, അത് ദൈവത്തിൻ്റെ കരങ്ങളിലാ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, യാചിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മ പറയുന്നു, ആ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിലാ.
ദൈവം അത് ഏറ്റെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ തന്നെ അതിനകത്ത് ചലിക്കാൻ പോവാ. എന്ത് നടക്കത്തില്ല എന്ന് പറഞ്ഞോ അത് വേഗത്തിൽ ദൈവം നടത്തിത്തരും. മുൻവിധികളെ തകർക്കുന്ന ദൈവിക പദ്ധതികൾ, മുൻവിധികളെ ഉടച്ചു കളഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുടെ അധികാരമുള്ള കരം ഈ ദിവസങ്ങളിൽ ചലിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആഴത്തിൽ ദൂത് വെളിപ്പെടുത്തുക. ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞെടുത്ത് അവരുടെ മുമ്പിൽ നൃത്തം ചെയ്യിച്ച ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലൊരു ദൈവിക ഇടപെടൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുക. കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോവുക. തലമുറയ്ക്ക് യാത്രയുണ്ടെന്ന് പരിശുദ്ധൻ പറയുന്നു. വിദേശ വാതിൽ ദൈവം തുറക്കുമെന്ന് പറയുന്നു. ആ കാര്യത്തിൻ്റെ മേൽ ദൈവിക നടപടി വേഗത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മ ദൂത് വെളിപ്പെടുത്തുക. ആഴമായി വിശ്വസിക്കട്ടെ, ആഴമായി വചനം ഏറ്റെടുക്കട്ടെ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, ദൈവം അതിശയം പ്രവർത്തിക്കും. ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങി വിടുതൽ കൽപ്പിക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനവധി ആവശ്യങ്ങളായി കർത്താവിൻ്റെ പാദവിടത്തിലിരിക്കുന്നവരുണ്ട്. കർത്താവെ, ദൈവം ഓർക്കണം. ഈ ദിവസങ്ങളിൽ ഒരു മനസ്സലിവ് കർത്താവ് കാണിക്കണം. അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണണം. ഈ വചനം വിടുതലായി തീരട്ടെ. ഈ വചനം അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ദൈവപ്രവൃത്തി വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അടഞ്ഞ വാതിൽ ഇന്ന് തുറന്നു കൊടുക്കുക. ദൈവത്തിൻ്റെ ശക്തിയുള്ള ഭുജം, അധികാരമുള്ള കരം ചാഞ്ഞിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.